മക്കളെ വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ +1 ഫിസിക്സിൻ്റെ ഇപ്പോഴത്തെ 6ാമത്തെ ചാപ്റ്ററിൽ മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഞാൻ ലാസ്റ്റ് വീഡിയോസുകളായിട്ടും കൂടി പറഞ്ഞ കാര്യമാണ്. കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവൽ പ്രോബ്ലംസും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഓൾറെഡി ഒരു പ്രീവിയസ് എക്സാം ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വന്നൊരു പ്രോബ്ലമാണ്. ഇൻ ദ HCl മോളിക്യൂൾ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു ന്യൂക്ലിയർ ഓഫ് ദ ടു ആറ്റംസ് ഈസ് 1.27 ആങ്സ്ട്രം ആണ്. കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ മോളിക്യൂൾ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഗിവൻ ക്ലോറിൻ ആറ്റം ഈസ് നിയർലി 35.5 ടൈംസ് ആസ് മാസീവ് ആസ് എ ഹൈഡ്രജൻ ആറ്റം എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഇരുന്ന് പഠിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞ കാര്യം സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 2 പാർട്ടിക്കിൾസ് ആണുള്ളത്. HCl മോളിക്യൂളിൻ്റെ കേസാണ്. അപ്പോൾ XCMൻ്റെ ഇക്വേഷൻ എന്താണ്? XCM ഇസ് ഈക്വൽ ടു 2 പാർട്ടിക്കിൾസ് വരുന്ന സമയത്ത് XCM ഇസ് ഈക്വൽ ടു M1x1 പ്ലസ് ഒരു കാര്യം ചെയ്യുക, ഇപ്പുറത്ത് എഴുതാം. ഓക്കെ, XCM ഇസ് ഈക്വൽ ടു കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. എല്ലാ മോഡൽ ക്വസ്റ്റ്യനും വരുന്നുണ്ട്. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് കണ്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം മക്കളെ. നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളത് പോസ് ചെയ്ത് കണ്ട് വന്നാൽ മതി. M1x1 പ്ലസ് M2x2 ഓൾ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്രം റെഫറൻസ് പോയിന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തരാം. നമുക്ക് ജസ്റ്റ് ഞാൻ വരച്ചു തരാം. ഇത് H ആണെന്ന് വിചാരിക്കുക. ഇവൻ H, ഇവൻ Cl ആണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ x1 എന്ന് പറയുന്നത് ഒന്നാമത്തേലേക്കുള്ള ദൂരമാണ്. ഓക്കെ, ഇതാണ് x1 എന്ന് വിളിക്കുക. ഇവനാണ് നമ്മുടെ x1. ഫസ്റ്റ് പാർട്ടിക്കിളിലേക്കുള്ള ദൂരമാണ് x1. സെക്കൻഡ് പാർട്ടിക്കിളിലേക്കുള്ള ദൂരമാണ് ആര്? x2. സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമാണ് XCM. അതാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ആകെ തന്നിരിക്കുന്ന കാര്യം എന്താണ്? ഓക്കെ, സെപ്പറേഷൻ ബിറ്റ്വീൻ 2, അതായത് നമ്മൾ ഈ Hഉം Clഉം കണ്ടുപോവാം. ഈ Hഉം Clഉം തമ്മിലുള്ള സെപ്പറേഷനാണ് 1.27 ആങ്സ്ട്രം എന്ന് പറഞ്ഞത്. അതായത് x1ഉം തന്നിട്ടില്ല, x2ഉം തന്നിട്ടില്ല. പിന്നെ M1 M2 സീനില്ല. കാരണം ക്ലോറിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ 35.5 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എന്താ വേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സാർ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലടാ, നമ്മുടെ ഈ x1 എന്ന് പറയുന്ന ആൾ 0 ആയിട്ട് എടുക്കുക. അത് നമ്മൾ ഹൈഡ്രജനെ പൊസിഷൻ നമ്മൾ ഒറിജിനിൽ വെച്ചോന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള സെപ്പറേഷൻ ആയിരിക്കില്ലേ. അതായത് അന്നേരം x2 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്? 1.27 ആങ്സ്ട്രം ആയിരിക്കുമെന്നാ. ഓക്കെ, അതുപോലെ തന്നെ M1നെ ഞാൻ M എന്ന് വിളിക്കുകയാണ്. M1 ഇസ് ഈക്വൽ ടു M ആണെങ്കിൽ M2 എന്തായിരിക്കും? അത് എന്താണോ മാസ് അതിൻ്റെ 35.5 ടൈംസ് അല്ലേ ക്ലോറിൻ്റെ. അപ്പോൾ M2 എത്രയാണ്? 35.5 m ആയിരിക്കൂലേ. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ x1 ഇസ് ഈക്വൽ ടു 0. x1 വരും 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം അങ്ങനെ പോയി കിട്ടിയില്ലേ. ഓക്കെ, x1 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം ഒരു മിനിറ്റ്. ഓക്കെ, M1x1 പ്ലസ് M2x2 ഓൾ ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ആണ്. അപ്പോൾ ഈ x1 0 കൊടുത്ത ഈ ടേം 0 ആയിട്ട് പോയിട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് ഈ സെക്കൻഡ് ടേം. അപ്പോൾ XCM ഇസ് ഈക്വൽ ടു നോട്ട് ചെയ്ത് നോക്കണം. നമുക്ക് ഡൗട്ട് എന്തെന്ന് ചോദിക്കാം. M2ൻ്റെ എന്ത് കൊടുക്കണം? ഇത് M2 ആരെ 35.5 m. ഓക്കെ, 35.5 m ഓൾ ഡിവൈഡ് ബൈ M1. വാട്ട് ഈസ് M1? M1ന് പകരം M ആണ്. വാട്ട് ഈസ് M2? M2ന് പകരം 35. അപ്പോൾ M ഉം 35.5 m കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എത്രയാടാ? 36.5 m. അപ്പോൾ ഈ M ഉം ഈ M ഉം എന്തായി പോകും? ക്യാൻസൽ ചെയ്ത് പോകും. ക്ലിയർ ആണോ? അപ്പോൾ മുകളിൽ ആര് മാത്രമുണ്ട്? M2 എത്രയാണ്? ഇവിടെ M2 × x2 മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. x2 എത്രയാണ്? 1.27. അതായത് മുകളിൽ ഒരു 1.27 അത്രയും ആങ്സ്ട്രം ആണ് കേട്ടോ. അതും കൂടി ഉണ്ടെന്ന് ഓർമ്മിക്കണം. 1.27 ആങ്സ്ട്രം. ഓക്കെ, ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ നമ്മൾക്ക് എന്ത് വരൂടാ? അപ്പോൾ XCM ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് ആൻസർ. ഇത് എത്രയാണ് കിട്ടുകയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊന്നുള്ള മൾട്ടിപ്ലൈ ചെയ്യണം 35.5നെ 1.27 എന്നിട്ട് ആരുമായിട്ട് ഡിവൈഡ് ചെയ്യണം? 36.5 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ അത്രയും ആങ്സ്ട്രം ആയിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരിക. ക്ലിയർ ആണല്ലോ? അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? ഈ ഒരു മോഡൽ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കോൺസെപ്റ്റ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? സെൻറ്റർ ഓഫ് മാസ് നിങ്ങൾക്ക് ആണോ എന്നാണ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേതാണെന്ന് നോക്കാം.
മറ്റൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റൊട്ടേഷണൽ മോഷനിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെക്ടറുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് ഓർ വെക്റ്റർ പ്രൊഡക്റ്റ് എന്നുള്ളത് മസ്റ്റ് സ്റ്റഡി ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ നിന്നൊരു പ്രോബ്ലം എന്തായാലും നമുക്ക് പഠിച്ചിരിക്കണം എന്നുള്ളത്, അത് വരുമോ ഇല്ലോ എന്നുള്ളത് പിന്നീട്, കാരണം അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ ലെവൽ പ്രോബ്ലംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം എല്ലാ ലെവലും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കോൺസെപ്റ്റിൻ്റെ ഡെപ്ത്നെസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. അതായത് എ വെക്ടർ ഇസ് ഈക്വൽ ടു 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് മൈനസ് കെ ക്യാപ്പാണ്. ബി വെക്ടർ എന്ന് പറഞ്ഞാൽ -i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് ഓർ വെക്റ്റർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെ നമ്മൾ കയ്യിൽ നിന്ന് പോവാതിരിക്കണം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിക്കത്രയേ ഉള്ളൂ. അപ്പോൾ എ എക്സിൻ്റെ വാല്യൂ എത്രയാണ്, ബി എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എയിൽ ഒന്നാമത്തെ ആൾ 2 ആണ്, അതായത് ഒന്നാമത് മീൻ ഐൻ്റെ മുമ്പിലാണ്. ഇവിടെ ബീന് മുമ്പിലുള്ള -i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എക്സ് എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടെ വൈ രണ്ടാമത്തെ ആൾ, എയിൽ രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇതേ സമയം ബീൻ്റെ കേസിൽ ജെ കോമ്പണൻറ്റ് വരുന്നത് 2 ആണ്, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. ഇനി എ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? -k എന്ന് പറയുമ്പോൾ അത് -1 മൈനസ് അതിൽ കറക്റ്റ് എടുക്കണം. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഫുൾ മാർക്കാണ് കയ്യിൽ നിന്ന് പോവുക. ഇനി ബി സെഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമ്മൾ കയ്യിലുള്ള എ എക്സ് എ വൈ കാര്യങ്ങൾ കിട്ടി. ഞാൻ മുകൾ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് എന്ത് ഡൗട്ടാണ് മക്കളെ നിങ്ങൾ ചോദിച്ച് പഠിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, അതുപോലെ തൊട്ടുമുമ്പ് മറ്റുള്ള ചാപ്റ്ററുകളുടെ ന്യൂമറിക്കൽസ്, സ്ട്രെയിറ്റ് ലൈൻ, പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ചെയ്തു. പിന്നെ പണ്ട് ചെയ്ത സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പണ്ട് മീൻസ് കുറച്ച് നാൾ മുമ്പ് കേട്ടോ. പിന്നെ ടഫ് ക്വസ്റ്റ്യൻസ്, റെയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ ഉണ്ട്. ഒന്ന് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, +1 ഫിസിക്സ് ഇമ്പോർട്ടൻ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ആ വീഡിയോസ് ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ 2012 മുതലുള്ള ചില ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ പണ്ടത്തെ നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യത്തെ വീഡിയോസൊക്കെ 2012 ആ ഒരു സമയത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, യൂണിറ്റ്സ്, മെഷർമെൻറ്റ്സ്, സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് ഡിറ്റർമിനൻ്റ് മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് മെത്തേഡ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ, എ വെക്ടർ ക്രോസ് ബി വെക്ടർ ഡിറ്റർമിനൻ്റ് മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ആദ്യം എന്ത് എഴുതണം? ഐ എഴുതണം. പിന്നെ ജെ, ഐ ആണ് കേട്ടോ, ഇത് ഐ ജെ കെ. പിന്നെ ഐയിൽ വരുന്ന അതായത് എക്സ് കോമ്പോണൻറ്റുകൾ ആരൊക്കെയാണ്? ഈ രണ്ടെണ്ണം എക്സ് കോമ്പോണൻറ്റുകൾ ആരൊക്കെയാണ്? 2ഉം -1 നോട്ട് ചെയ്യുക. വൈ കോമ്പോണൻറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് 3ഉം മറ്റൊന്ന് 2ഉം ആണ്. ഓക്കെ, അപ്പോൾ ഈ ടേമുകളൊന്ന് റബ്ബ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെയ്ത് വെക്കാം. പിന്നെ -1ഉം 3 കേട്ടോ, അതും കൂടെ റബ്ബ് ചെയ്യാം. -1ഉം 3. അപ്പോൾ കെ കോമ്പണൻറ്റ് വരിക -1ഉം 3ഉം ആണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിനെ നമ്മൾക്ക് ഡിറ്റർമിനൻ്റ് മെത്തേഡിലൂടെ എങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, നോർമൽ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചവർക്ക് അങ്ങനെ ചെയ്യാം. ബട്ട് അത് നല്ല മെത്തേഡ് അല്ല. കാരണം അടുത്തോളം നിങ്ങൾക്ക് +2 മാത്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ ഡിറ്റർമിനൻറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അറിയുന്ന കാര്യമാണ് മക്കളെ അല്ലേ. ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കട്ട് ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഐയിലാണ് ഇവിടെ കോമൺ വരിക. അപ്പോൾ ഐ ആദ്യം എഴുതി വെക്കുക. ഐ എന്നിട്ടോ ഐ ക്യാപ്പാണ്. ഐ എന്ന് പറയുന്നത് ഐ ക്യാപ്പാണ്. ബാക്കി ഇവിടെ 4 ആൾക്കാരാണ് ഉണ്ടാവുക. ഇത് 3ഉം -1ഉം 2ഉം 3. എന്നിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ആദ്യം 3 × 3. ഞാൻ ഡയറക്റ്റ് എഴുതിയാണ് 3 × 3 എത്രയാണ്? 9 മൈനസ് പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക തിരിച്ചിട്ട് -1 × 2 ദാറ്റ് ഈസ് -2. ശരിക്കും ശ്രദ്ധിക്കണം, ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മാർക്ക് പോകും. ആ ഒരു ഭാഗമാണ് സിമ്പിളാണ്, പക്ഷേ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് മാർക്ക് പോകുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഐ കോമ്പണൻറ്റ് കിട്ടി. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി 4 ആൾക്കാരിൽ ഇത് മൈനസ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് ഓപ്പോസിറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ചെയ്യാന്ന് പറയുമ്പോൾ മൈനസ് ആണ് വരിക. അത് ആദ്യം അത് ശ്രദ്ധിക്കണം, ആൾട്ടർനേറ്റ്. അതായത് ആദ്യം പ്ലസ് പിന്നെ മൈനസ്. അതായത് രണ്ടാമത് വരുന്നത് ജെ ക്യാപ്പ് ആണല്ലോ. അപ്പോൾ ജെ വരുന്നത് ഏതാണ് നമുക്ക് ഈ കേസിൽ നോക്കി നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി റബ്ബ് ചെയ്തിട്ട് അങ്ങ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വരുന്ന കാര്യം ആരൊക്കെയാണ്? ഓക്കെ, ഒന്നുകൂടി എടുത്ത് എഴുതാം. ഐ ജെ കെ വന്നു. എന്നിട്ട് ആദ്യം വന്നത് ഇവിടെ 2 ഉണ്ടായിരുന്നു, ഇവിടെ 3 ഉണ്ടായിരുന്നു, ഇവിടെ -1 ആണ്. ബിയിലാണെങ്കിൽ ഇവിടെ -1 2 3 ആയിരുന്നു. അപ്പോൾ നേരത്തെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാണ് കട്ട് ചെയ്ത്. ഇനി ഇവിടെ ആണെങ്കിലോ ജെ കിട്ടണം. ജെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലാണ് ജെയുടെ. ഏതാ കോളം? സെക്കൻഡ് കോളത്തിലാണ് ജെയുടെ. അപ്പോൾ ഇവിടെ ബാക്കി ഇവിടെ 4 ആൾക്കാരുണ്ട്. ഓക്കെ, ഈ 4 ആൾക്കാരാണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ മൈനസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഞാൻ മൈനസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ മൾട്ടിപ്ലൈ ചെയ്തില്ലേ? കുറേ ടീച്ചേഴ്സ് എന്താ ചെയ്യാറ്? ഇവിടെ പ്ലസ് ഇട്ടിട്ട്, ഇത് ജെൻ്റെ ഈ ഭാഗമില്ലേ, ഇവിടെ പ്ലസ് ഇട്ടിട്ട് തല തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയും. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മൈനസ് ആണ്, ആൾട്ടർനേറ്റീവ് മെത്തേഡിൽ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ മൾട്ടിപ്ലൈ നമുക്ക് മാറ്റണ്ട. 2 × 3 2 × 3 എത്രയാണ്? 6 മൈനസ് ഈ -1ഉം ഈ -1 മൾട്ടിപ്ലൈ -1 എന്ന് പറഞ്ഞാൽ +1. അപ്പോൾ ഇത്രയേ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് പ്ലസ്, അതായത് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ വീണ്ടും ഞാൻ ഇതിന്
റബ്ബ് ചെയ്തിട്ട് ജയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും റബ്ബ് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. നല്ല മാർക്കാണ് ഉദ്ദേശമെങ്കിൽ ആ ലെവലിൽ പഠിക്കുക. പ്രീവിയസ് ഇമ്പോർട്ടൻറ്റ് പഠിച്ചിട്ട് നിങ്ങൾ ലെവൽ കളയല്ലേ. IJK ആരൊക്കെയായിരുന്നു? 2, 3 പിന്നെ -1 -1 2 3 ആയിരുന്നു. ഇനി കേനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പോൾ കെ കട്ടാവും. അപ്പോൾ താഴെ എഴുതാം കെ ക്യാപ്പ്. ഓക്കെ, കെ ക്യാപ്പിൽ ഇവിടെ എന്ത് വരും? ഫസ്റ്റ് റോയും തേർഡ് കോളം കട്ട്. ഇവിടെ ഈ 4 ആൾക്കാരാണ്. ബാക്കിയൊന്ന് ചെയ്ത് പഠിക്കട്ടെ. എന്ത് ഡൗട്ടാണ് ചോദിച്ചോ. ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ആദ്യം 2 × 2 4 മൈനസ് 3 × -1 3 × -1 എന്ന് പറഞ്ഞാൽ -3. ഞാൻ ചെയ്തതിൽ നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങളത് പറയണം കേട്ടോ. നിങ്ങൾ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്താൽ ബാക്കി നമുക്കുള്ള ആൾക്കാരൊന്ന് മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഒന്ന് വൃത്തിയിലൊന്ന് എഴുതി വെക്കാമല്ലോ. അപ്പോൾ ആൻസർ എന്താ വരിക? ഇവിടെ 9 - -2 11 ഉണ്ട്. 11 I ക്യാപ്പ്. ഓക്കെ, 11 I ക്യാപ്പ് ഉണ്ട്. മൈനസ്, ഇവിടെ മൈനസ് ആയിരുന്നു, ഇവിടെ മൈനസ്. പിന്നെ അതിൽ 6 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 - 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 J ക്യാപ്പ് മൈനസ് ആയിരുന്നു. പിന്നെ പ്ലസ് 4 -3. അപ്പോൾ 4 + 3 7 ഉണ്ടാകും. കൂട്ടിന് K ക്യാപ്പ് ഉണ്ടാവും. സോ ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ നോക്കണേ. 11 I ക്യാപ്പ് മൈനസ് 5 J ക്യാപ്പ് പ്ലസ് 7 K ക്യാപ്പ് എന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മക്കളിത് കറക്റ്റ് ആണോ എന്നറിയില്ല. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അതിൽ എന്തെങ്കിലും അശ്രദ്ധ വന്നോ എന്നറിയില്ല. വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഒക്കെ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഏത് കോൺസെപ്റ്റിലാണ് അടുത്തൊരു മോഡൽ വരുന്നത് നമുക്ക് നോക്കാം. മറ്റൊരു മോഡൽ എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. വളരെ റിപ്പീറ്റായിട്ട് വന്ന കോൺസെപ്റ്റ് ഒന്നുമല്ല. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്താണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എല്ലാവരും പഠിക്കും. ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ എഗ്ഗിൻ്റെ കേസൊക്കെ പറയുന്നുണ്ട്, ബാലറ്റഡ് ആൻസർ. അതിൽ നിന്ന് വരുന്ന പ്രോബ്ലം കൂടി നോക്കണം. ആ പ്രോബ്ലത്തിൻ്റെ ഒരു മോഡലാണ് ഇത്. അപ്പോൾ എന്താണ് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റൊട്ടേഷനിൽ എത്രത്തോളം കോൺസെപ്റ്റുകൾ ഇല്ല, അതുകൊണ്ട് ഉള്ള വെച്ചിട്ട് ഞാൻ പ്രോബ്ലംസ് സെറ്റാക്കിയാണ്. അപ്പോൾ ഇഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് സഡൻലി റിഡ്യൂസ്ഡ് ടു ഹാഫ് ഇറ്റ്സ് വാല്യൂ, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ആണ്. ഓക്കെ, അതായത് എർത്ത് ഒരു ദിവസം അവൻ്റെ റേഡിയസ് എന്താക്കി? ചുരുക്കി എന്നാണ് പറയുന്നത്, പകുതിയാക്കി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂറായിരിക്കും? അപ്പോൾ നോർമലി 24 hours ആണല്ലോ. ആ 24 hours നേരെ 12 ആവോ, അല്ലെങ്കിൽ 6 ആവോ, അല്ലെങ്കിൽ ഡബിളായിട്ട് 48 ആവോ, എന്താകുമെന്നാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതേതാ കോൺസെപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കോൺസെപ്റ്റാണ്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ, ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓർ റിജിഡ് ബോഡി, അവൻ്റെ ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റന്റ്. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ അതായത് I⍵ ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലമൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ I എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പെട്ടെന്ന് ചെയ്ത് തരാം. I എന്ന് പറയുമ്പോൾ എനിക്ക് ഫൈനൽ ഇക്വേഷൻ മതി കേട്ടോ. ഇത് എനിക്ക് ഇക്വേഷൻ ബൈ ഹാർട്ടിനെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയാണ്. ഒരു സോളിഡ് സ്ഫിയർ ആണല്ലോ. അപ്പോൾ 2/5 m × മാസ് മാറൂല, m × r1² ഒമേഗ ഇൻ ടേംസ് ഓഫ് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 2π/t. നിങ്ങളിതൊന്നും പഠിക്കണം എന്നില്ല കേട്ടോ. 2π/t ഞാനിതൊന്ന് ഇക്വേഷൻ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ E1 ω1 = I2 ω2. അപ്പോൾ ഇവിടെ m × r2² വരും ഇൻറ്റു 2π/t2. ഒരു ടൈം പീരീഡിൻ്റെ റേഡിയസിൻ്റെ ഒരു ഇക്വേഷൻ വരും. ഈ 2/5 m ക്യാൻസൽ ചെയ്ത് പോയി, 2π ക്യാൻസൽ. യെസ്, അപ്പോൾ ഇവിടെ ബാക്കി ഇവിടെ T1 ഉണ്ടാവും. r1² ഡിവൈഡഡ് ബൈ T1 = R2. ഇതുപോലെയുള്ള മോഡൽ പ്രോബ്ലംസ്, ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാ സാധനവും വേണം. നിങ്ങൾ കറക്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം മക്കളെ. അതുപോലെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ കമൻറ്റ് ചെയ്യണം, കാരണം അത് നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടാണ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഞാൻ മുകൾ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് T2 ആണ് വേണ്ടത്, ന്യൂ ടൈം പീരീഡ് അല്ലേ. അപ്പോൾ T2ൻ്റെ ഇക്വേഷൻ ഒന്ന് അറിയാൻ ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, T2ൻ്റെ ഇക്വേഷൻ. അപ്പോൾ T2 എന്താ വരിക? T2 = താഴത്തെ ഇക്വേഷൻ നിന്ന് T2 ഒന്ന് ഉണ്ടാക്കിയാൽ T2 ഇങ്ങോട്ടേക്ക് വരും അല്ലേ. T2 ഇങ്ങോട്ടേക്ക് r1² താഴേക്ക് പോകും. അപ്പോൾ R2² ഡിവൈഡഡ് ബൈ r1². ഈ T1 മുകളിലോട്ട് വരും, RHSൻ്റെ മുകളിലേക്ക് വരും. ഈ ഇക്വേഷൻ ഇത് നിങ്ങൾ പഠിച്ചു. അപ്പോൾ T2 = R2² r1² ഇൻറ്റു T1. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ T2 = R2 എന്താക്കിയെന്നാ പറഞ്ഞത്? റെഡ്യൂസ് ചെയ്തു, ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ R2 എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള റേഡിയസ് R ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പകുതിയേ ഉള്ളൂ, R/2.
ഓൾ സ്ക്വയർ. R1 ഞാൻ R എന്ന് വിളിച്ച ഓൾറെഡി ഉള്ള റേഡിയസ് ആണ്. ഓൾറെഡി ഉള്ള റേഡിയസ് R ആണെങ്കിൽ ഇപ്പോൾ അത് R/2 ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ R സ്ക്വയർ വേണം. T1 ഇനീഷ്യലി നമ്മൾ ടൈം പീരീഡ്, ഇപ്പോഴത്തെ ടൈം പീരീഡ് എത്രയാണ്, ഒരു ദിവസം എത്ര മണിക്കൂറാണെന്ന് 24 അല്ലേ, കഴിഞ്ഞു. അപ്പോൾ ഈ ഇക്വേഷൻ 3 മാർക്കിലൊക്കെ പ്രോബ്ലം ആണ് ഇതെന്താ വരിക, R/2 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, R സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഓൾ ഡിവൈഡഡ് ബൈ R സ്ക്വയർ ഇൻറ്റു 24. ഈ R സ്ക്വയർ ക്യാൻസൽ ആയി. അപ്പോൾ ഇവിടെ ആക്കാറുണ്ടാവും, ഇവിടെ 4 അല്ല കേട്ടോ, അതിൽ ശ്രദ്ധിക്കണം, ഇത് 4 അല്ല 1/4 ആണ് ബാക്കി. അങ്ങനെയൊക്കെ അശ്രദ്ധകൾ വരും. എന്നിട്ട് 24 × 4 48, അവിടെ എത്ര വരും, ഏകദേശം 80 96 അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. 1/4 × 24, ദാറ്റ് മീൻസ് 24ൻ്റെ 4/1, ദാറ്റ് മീൻസ് 6 hours. അതായത് എർത്ത് ഒരു ദിവസം അവൻ്റെ റേഡിയസ് ഹാഫായിട്ട് റെഡ്യൂസ് ആയി, മാസിൽ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂറേ ഉണ്ടാവുള്ളൂ? 6 മണിക്കൂർ കൊണ്ട് ഒരു ദിവസം അവിടെ തീരുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു മോഡൽ പഠിക്കുന്ന കോൺസെപ്റ്റ് ഏതാണ്? കൺസർവേഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൽ നിന്നാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ മസ്റ്റ് സ്റ്റഡി കോൺസെപ്റ്റിൽ നിന്നുള്ള പ്രോബ്ലം ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതുപോലൊരു ക്വസ്റ്റിനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തരാം. ഓക്കെ, വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആട്ടോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇക്വേഷൻ T2 ഇക്വേഷനൊക്കെ പഠിച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ നിങ്ങളെ വെറുതെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നിങ്ങളെ ഞാൻ വിട്ട് ചെയ്യാൻ ചിലപ്പോൾ കുറേ ആൾക്കാർ തെറ്റുക. എന്താണെന്ന് അറിയാം, ഈ ക്വസ്റ്റ്യൻ നോക്കി ഡിറ്റർമിൻ ദ ഡ്യൂറേഷൻ ഓഫ് എ ഡേ ഓൺ എർത്ത് ഇഫ് ഇറ്റ് സഡൻലി ഷ്രിങ്സ് ടു 1/8 ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് സൈസ് വൈൽ ദ മാസ് ഓഫ് ദ എർത്ത് റിമെയിൻസ് അൺചേഞ്ച്ഡ് അസ്യൂം എർത്ത് ഈസ് എ പെർഫെക്റ്റ് സ്ഫിയർ. അപ്പോൾ നമ്മളെ കയ്യിൽ T2 ഇക്വേഷൻ ശ്രദ്ധിക്കണേ. ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് പഠിച്ചത് നിങ്ങളുടെ മാർക്ക്, നിങ്ങൾ അശ്രദ്ധ നിങ്ങൾ കണ്ടോ, R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1 സ്ക്വയർ ഇൻറ്റു T1 എന്നല്ലേ ഞാൻ നിങ്ങളെ തൊട്ടുമ്പോൾ ഡിറൈവ് ചെയ്ത് കാണിച്ചത് തന്നെ. അപ്പോൾ ഇവിടെ ചിന്തിക്കും, ആ എർത്ത് ഒരു ദിവസം അതിൻ്റെ റേഡിയസ് 1/8. ആരാടാ ഇവിടെ റേഡിയസ് 1/8 ആയിരുന്നു? ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ 1/8 ആയിട്ട് അവൻ്റെ സൈസാണ് ചുരുങ്ങിയത്. ക്ലിയർ ആയ? അതിന് മീനിങ് എന്താ? വോളിയം 1/8 ആയി എന്നാണ്. ക്ലിയർ ആയ? അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തുതരാം. V1 എന്ന് പറഞ്ഞാൽ V ആണെങ്കിൽ V2 ആണ് V/8, അല്ലാതെ R2 R/8 അല്ല. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ ഇത് പഠിച്ചൊരു കുട്ടിക്ക് തെറ്റുന്ന സാധനം കണ്ടു, അതാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നേരത്തെ റേഡിയസ് ഹാഫായി എന്നാണ് പറഞ്ഞത്, ഇവിടെ സൈസ് ഷ്രിങ്ക് ചെയ്ത് ചുരുങ്ങി, അവൻ്റെ ഇനീഷ്യൽ സൈസിൽ നിന്ന് 1/8 ആയിട്ട് ചുരുങ്ങിയിടാ. അപ്പോൾ വോളിയമാണ്. അപ്പോൾ നമുക്ക് റേഡിയസിൽ നിന്ന്, അപ്പോൾ നേരത്തെ കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടി ഈ പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വോളിയം എന്താണ്? വോളിയത്തിൻ്റെ ഇക്വേഷൻ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഈ V2 തന്നെ കൊടുക്കാമല്ലോ. V2 = അപ്പോൾ V2 എന്ന് പറയുമ്പോൾ പുതിയ റേഡിയസ്, അപ്പോൾ 4/3 വോളിയമാണ്, എർത്താണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് എടുക്കണം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടു. പെർഫെക്റ്റ് സ്ഫിയർ ആണ്. അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം എന്താ? 4/3 πr³. രണ്ടാമത്തെ റേഡിയസ് ആയതുകൊണ്ട്, സെക്കൻഡ് ഇപ്പോഴത്തെ ന്യൂ റേഡിയസ് ആയതുകൊണ്ട് R2³ എന്ന് എടുക്കണം. V എന്ന് പറയുമ്പോൾ ഇനീഷ്യലുള്ള വോളിയം, അത് നമ്മൾ റേഡിയസുകളുടെ റേഷ്യോ ഉണ്ടാക്കിയാണ്, റേഡിയസുകളുടെ റിലേഷൻ ഉണ്ടാക്കിയാണ്. 4/3 ഇതെന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിട്ട് 4/3 πr²³ ഇട്ടോ, സോറി. ഓക്കെ, അപ്പോൾ 4/3 π × R1³ ഡിവൈഡഡ് ബൈ 8. R1³ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റേഡിയസ്. R1 R എന്ന് വിളിക്കണം, R എന്ന് വിളിക്കാം. അപ്പോൾ 4/3 ക്യാൻസൽ, പയ്യും ക്യാൻസൽ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി മുകൾ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് ആരാണ്? R2³ RHSലാണെങ്കിൽ R1³ ഡിവൈഡഡ് ബൈ 8 എന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ക്യൂബാണ് താഴെയുള്ളത് നോക്കിയൊക്കെ. അവരെന്തിനാണ് 8 തന്നു നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, R1³ ഡിവൈഡഡ് ബൈ 8. വാട്ട് ഈസ് 8? അത് 2³ അല്ലേ. അപ്പോൾ പുതിയ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 അതാരാണ്? R1/2 അല്ലേ. കാരണം എല്ലായിടത്തും ക്യൂബിക് റൂട്ട് എടുത്തതിന് ക്യൂബെല്ലാം പോയില്ലേ എന്ന്, അതായത് റേസ്റ്റ് 1/3 എടുത്തു. അപ്പോൾ R1/2 എന്ന് വിളിക്കാൻ ഓൾറെഡി ഇനീഷ്യൽ റേഡിയസ് 6 ആണെങ്കിൽ R/2 പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായ മക്കളെ? നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയല്ലേ. അതായത് നമ്മൾ R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള റേഡിയസിൻ്റെ ഹാഫായി എന്നല്ലേ പറയുന്നത്. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്? 6 ആണ്. അതർവൈസ് നമ്മൾ നേരത്തെ എടുത്തതിന് പകരം ഇവിടെ R/8 എന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ വലിയൊരു തെറ്റല്ലേ സംഭവിക്കാൻ പോകുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. റേഡിയസ് ഹാഫാക്കി എന്ന് പറയുന്നതിന് പകരം എർത്ത് അവൻ്റെ സൈസ് ചുരുക്കി 1/8 ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഹാഫായി എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മോഡൽ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഹോംവർക്ക് ആയിട്ട് തരാം. അതൊന്ന് വർക്കൗട്ട് ചെയ്യാം. വേറെ ലെവലൊന്നും ഇവിടുന്ന് വരാനില്ല. ക്ലിയർ? അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഭാഗം പഠിക്കണം, വെക്റ്റർ പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് പ്രോബ്ലം പഠിക്കണം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ അവിടെ പഠിക്കണം. പിന്നെ വേറെ പഠിക്കാനുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. മക്കളെ, ഞാൻ ഇവിടെ ടൈപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞുതരാം കോൺസെപ്റ്റ്. അതായത്
അതായത് ഇപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക്, ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാം. ഹാഫ് ഐ ഒമേഗ സ്ക്വയറിലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ഈ ഇക്വേഷൻ പഠിക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം L = I ഒമേഗ, ഇതൊന്നും നിർബന്ധമായിട്ടും പഠിക്കണം. പ്രോബ്ലം വരികയാണെങ്കിൽ ഇതിൽ നിന്നും വരാട്ടോ, വേറൊന്നും വരാനില്ല. കാരണം ഇവിടെ I എന്ന് പറയും, ശ്രദ്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ സോളിഡ് സിലിണ്ടർ എന്ന് പറയും. അപ്പോൾ സോളിഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ സോളിഡ് സിലിണ്ടറിൻ്റെ I നിങ്ങൾ അറിഞ്ഞിരിക്കണം, mr²/2 ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, mr². ഈ ഒമേഗ ക്വസ്റ്റ്യനിൽ തരും, എന്നിട്ട് നിങ്ങൾ എമ്മും ക്വസ്റ്റ്യനിൽ തരും. മനസ്സിലായി? എം തരും, ഇത്ര സംതിങ് കിലോഗ്രാം റേഡിയസോ കാര്യങ്ങൾ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ I കണ്ടുപിടിക്കുന്നു. ഒമേഗ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് സംതിങ് റേഡിയൻ പെർ സെക്കൻഡ്, എന്നിട്ട് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ I ഉണ്ട്, ഒമേഗ ഉണ്ട്, ഡയറക്റ്റ് ആയിട്ട് ആംഗുലാർ മൊമെൻറ്റ്. ചിലപ്പോൾ ആദ്യം ഇത് ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കാനാണ് പറയുക, എന്നിട്ട് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ അറിയുക, ഇവിടെ കോൺസെപ്റ്റ് എന്താ, I അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓരോ ബോഡീൻ്റെ. ഇപ്പോൾ റിങ്ങിൻ്റെ കേസിൽ mr² ആണ്, അറിയാലോ. ഡിസ്കിൻ്റെ കേസിൽ mr²/2 ആണ് എന്നറിയണം. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ റിങ്ങിൻ്റെ അതേപോലെ mr² ആണ്. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ mr²/2. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഓർമ്മയുണ്ട, 2/5 mr². ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കണമെന്ന് ടൈറ്റ് ആണെങ്കിൽ മാത്രമാണ് അത് വരികയുള്ളൂ, അന്ന് പഠിച്ചു വെക്കുക. പിന്നെ അറിഞ്ഞിരിക്കണം ഈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½ I ഒമേഗ സ്ക്വയറിൻ്റെ ഇക്വേഷൻ അറിയണം. അതുപോലെ ആംഗുലാർ മൊമെൻറ്റം, ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഡെറിവേഷനും മസ്റ്റ് സ്റ്റഡിയാണ്. ഓക്കെ, ഈ ഒരു ഭാഗം നിങ്ങൾ നിർബന്ധമായിട്ട് ഒന്ന് പഠിച്ചു നോക്കാം. പിന്നെ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ് അടുത്ത് വരുന്നത്. ഒരു ക്വസ്റ്റിനും കൂടി പഠിച്ചു വെക്കണം. ഈ കോൺസെപ്റ്റ് ഞാൻ പറയാം, അത് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കട്ടെ. എ വീൽ ഓഫ് മാസ് 1000 കിലോഗ്രാം ആൻഡ് റേഡിയസ് 1 മീറ്റർ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 420 RPM. RPM എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ പെർ മിനിറ്റ്. വാട്ട് ഈസ് ദ കോൺസ്റ്റൻറ്റ് ടോർക്ക് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ വീൽ ഇൻ 14 റൊട്ടേഷൻസ് അസ്യൂമിങ് ദ മാസ് ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് ദ റിം ഓഫ് ദ വീൽ. ഇതേതാ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? കോൺസ്റ്റൻറ്റ് ടോർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇതേ കോൺസെപ്റ്റ് എവിടെയുണ്ട്? ലോസ് ഓഫ് മോഷനിൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുണ്ട്. നമുക്കറിയാം റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് അല്ലേ നമ്മുടെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരണമെങ്കിൽ ഒന്ന് തരാം. ഏതാണ് കോൺസെപ്റ്റ്? ടോ = I∝. ടോ = ആരാണ് വരിക? I∝. ഒന്ന് നോട്ട് ചെയ്ത് നോക്കട്ടെ. ടോ = I × α എന്നാണ് വരിക. ടോ = I∝. അപ്പോൾ I എന്താ? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. അപ്പോൾ ഇവിടെ ആരാണ്? ഒരു വീലാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് റിംഗ് ആണോ ആ കോൺസെപ്റ്റ് ഒന്ന് ചിന്തിക്കുക. അപ്പോൾ I കിട്ടി. ഇനി ആൽഫ കണ്ടുപിടിക്കണം. ഈ ആൽഫ എവിടെ നിന്ന് കിട്ടുക? ദാറ്റ് ഈസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അത് എവിടെ നിന്ന് കിട്ടുക? ഇക്വേഷൻസ് ഓഫ് മോഷൻ. റൊട്ടേഷണൽ മോഷനിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഏത് ഇക്വേഷൻ ഓഫ് മോഷനാണ് വരിക? അതും കൂടി ഞാൻ പറയാം. നമ്മൾ നോർമലി S = UT + ½ നോട്ട് ചെയ്ത് നോക്കണം മക്കളെ. S = UT + ½ t². ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ വരുമ്പോഴാണ് ആര് വരിക? θ = ω0t + ½ α t². അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഇതിൻ്റെ അപ്പുറം എവിടെ നിന്നാണ് ചോദിക്കേണ്ടത്? അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ, റൊട്ടേഷണൽ മോഷനിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. 14 റൊട്ടേഷൻസ്. നിങ്ങൾ ചിന്തിച്ചാൽ ഒരു റൊട്ടേഷൻ എന്ന് പറയുമ്പം എത്ര ആംഗിളാണ് ഉണ്ടാവുക? 2π അല്ലേ. 2 റൊട്ടേഷൻ ആണെങ്കിൽ 2 × 2π അല്ലേ. അതിനെ പറഞ്ഞു. അപ്പോൾ തീറ്റ എത്രയായിരിക്കും? 14 പ്രാവശ്യം കറങ്ങുമ്പോൾ എത്രയാണ്? 14 × 2π ആണ്. അപ്പോൾ ഈ അവസാനം നിൽക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഒമേഗ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി 0 ആണ്. ω0 സംതിങ് 420 RPM പറയുന്നുണ്ട്. റവല്യൂഷൻ പെർ മിനിറ്റിനെ റവല്യൂഷൻ പെർ സെക്കൻഡ് RPSലേക്ക് കൊണ്ടുവരണം, ഓർ ഹെഡ്സിലേക്ക് കൊണ്ടുവരണം. ബൈ എന്ത് ചെയ്യണം? 60 കൊണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ, അത് ലാസ്റ്റ് വർക്ക് എനർജിയിൽ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സന്തോഷം മക്കൾ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് ഡീറ്റെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അറിയാത്ത കുട്ടിക്ക് അത് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു മോഡലും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷുവർലി റൊട്ടേഷൻ മോഷൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഏബിൾ ആയിട്ടുണ്ട് മക്കളെ. ക്ലിയർ ആണെന്ന് വിചാരിക്കും. നിങ്ങളുടെ സജഷൻസ് എന്തായാലും നിങ്ങൾ അറിയിക്കണം മക്കളെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു വീഡിയോ ആണെങ്കിൽ ഇത് ഇരുന്ന് ചെയ്യൽ കുറച്ച് മുഷ്കിലാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തു തരാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഗ്രാവിറ്റേഷനിൽ കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് മസ്റ്റ് സ്റ്റഡി ന്യൂമറിക്കൽസുമായിട്ട് കണ്ടുപിട്ടാം. ഓക്കെ, താങ്ക് യു.